മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, വന്യമൃഗ ശല്യത്താൽ കേരള മലയോര ജനത പൊറുതിമുട്ടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. വളർത്ത മൃഗങ്ങളെ ആക്രമിച്ച് കൊന്നൊടുക്കി മനുഷ്യ ജീവന് വരെ ഭീഷണിയായ ഒരു അജ്ഞാത വന്യജീവിയെ പിടികൂടുവാൻ നടപടികൾ സ്വീകരിക്കുവാൻ നിരന്തരം ആവശ്യപ്പെട്ടിട്ട് അവഗണിച്ച മേലധികാരികൾക്കെതിരെ പ്രദേശത്തെ ജനങ്ങൾ ഒത്തുചേർന്നു. സത്വര നടപടികൾ ഒന്നും തന്നെ സ്വീകരിക്കാതെ വെറുതെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ മാത്രം വന്ന ഉദ്യോഗസ്ഥരെ ജനക്കൂട്ടം മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചു. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ അവിടെ നിന്ന് പോകുവാൻ അനുവദിച്ചില്ല. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, പ്രതിഷേധ സൂചകമായി ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ച അതേ ജനക്കൂട്ടം ഭക്ഷണമൊന്നും തന്നെ ലഭ്യമല്ലാതിരുന്ന വനാതിർത്തിയിൽ ആ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഭക്ഷണമൊരുക്കുകയും പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി. തങ്ങൾക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടപ്പോഴും നീതിപൂർവം പെരുമാറിയ, തിന്മയ്ക്ക് തിന്മ കൊണ്ട് പകരം ചോദിക്കാത്ത ഒരു ജനത. സ്ലീഹാകാലം 4-ാം ഞായറാഴ്ചയായ ഇന്നത്തെ തിരുവചന വായനകൾ നമ്മെ ഉദ്ബോധിപ്പിക്കുക തിന്മയെ നന്മ കൊണ്ട് നേരിടാനും തിന്മ തുടച്ചു മാറ്റി നന്മ നിലനിർത്തുവാനും സമൂഹത്തിൽ നീതി നിലനിർത്തുവാനുമാണ്. ഈജിപ്തിൽ നിന്നും വാഗ്ദാന ഭൂമിയിലേക്കുള്ള യാത്രയ്ക്കിടെ ഇസ്രായേൽ ജനത്തിനിടയിൽ നീതി നടപ്പിലാക്കുവാൻ ന്യായാധിപന്മാരെ നിയമിച്ചത് അനുസ്മരിക്കുന്ന മോശയാണ് നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള 1-ാം വായനയിൽ. പക്ഷാപാതമില്ലാതെ ചെറിയവനും വലിയവനും ഒരുപോലെ നീതി നടത്തി കൊടുക്കുക എന്നതാണ് ന്യായാധിപരുടെ ചുമതല എന്ന് മോശ ഓർമ്മപ്പെടുത്തുന്നു. വ്യർത്ഥമായ, പൊള്ളയായ, രക്തപങ്കിലമായ ബലികളും കാഴ്ചകളും ധൂപാർപ്പണങ്ങളും അനീതി നിറഞ്ഞ ഉത്സവങ്ങളും അമാവാസികളും സ്വീകാര്യമല്ലെന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏശയ്യായുടെ പ്രവചനം 1-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള 2-ാം വായനയിൽ. നന്മ പ്രവർത്തിക്കുവാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ എന്നതാണ് ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ഇവയൊക്കെയാണ് ദൈവ സ്വീകാര്യമായ ബലിയും. തിന്മയ്ക്ക് പകരം തിന്മ കൊടുക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഈ ലോകചിന്തയിൽ അത്ര സുഖകരമല്ലാത്ത, അസ്വസ്ഥത ഉളവാക്കുന്ന വിപ്ലവകരമായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണ് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള ഇന്നത്തെ സുവിശേഷ ഭാഗം. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ഒരു ചെകിടത്തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുക എന്നിങ്ങനെയുള്ള ഈശോയുടെ വാക്കുകൾ കേവലം ഒരു ഉപദേശമോ നിർദ്ദേശമോ ഒന്നുമല്ല, മറിച്ച് ഈശോ നൽകിയ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കൽപ്പനയാണ്. ഒരു വ്യക്തിയുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത കൽപ്പന. കണ്ണിനു പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള സ്വാഭാവികമായ മാനുഷിക പ്രകൃതിക്കും മനുഷ്യ സഹജമായ പ്രതികാര ചിന്തയ്ക്കുമപ്പുറം ഓരോ മനുഷ്യനും എത്തിച്ചേരേണ്ട ഈ ആത്മീയ വളർച്ചയിലേക്ക് ഞാനെന്ന മനുഷ്യൻ എത്തിച്ചേർന്നു എന്നതാണ് നമ്മുടെ ഈ ദിവസം ആത്മപരിശോധന ചെയ്യേണ്ട വിഷയം. തിന്മയെ നന്മ കൊണ്ട് നേരിടാൻ മാത്രമല്ല യേശു പഠിപ്പിക്കുക, മറിച്ച് പ്രതിഫലേച്ഛയില്ലാതെ നന്മയുടെ വക്താക്കളാകുവാൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും യേശു ഉദ്ബോധിപ്പിക്കുന്നു. പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളുടെ തളർച്ചയ്ക്കും തകർച്ചയ്ക്കും കാരണമാവുക, ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീ എന്നെ സ്നേഹിച്ചില്ലെന്നും, ഞാൻ നിന്നെ കരുതിയതുപോലെ നീ എന്നെ കരുതിയില്ലെന്നും, ഞാൻ മനസ്സിലാക്കിയതുപോലെ നീ എന്നെ മനസ്സിലാക്കിയില്ല എന്നുള്ള പരാതിയും പരിഭവവുമാണ്. നാം നന്മയും സ്നേഹവും സൗഹൃദവും കൊണ്ട് മൂടിയവരൊക്കെ എപ്പോഴെങ്കിലും അതൊക്കെ പൂർണ്ണമായും തിരിച്ചു തരാതെ നമ്മെ മുറിപ്പെടുത്തുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ, താൽക്കാലികമായിട്ടെങ്കിലും നമ്മുടെ ശത്രുക്കളായി മാറുമ്പോൾ, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ എന്ന ഈശോയുടെ വചനം നമ്മുടെ ഹൃദയ തലങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. സ്വർഗീയ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ മക്കളായ നമ്മളും കരുണയുടെ മുഖമാകുവാൻ വെല്ലുവിളിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. അപ്പൻ്റെയും അമ്മയുടെയും സ്വഭാവമല്ലേ മക്കൾ കാണിക്കൂ.
എന്നൊക്കെ നാം സർവ്വസാധാരണമായി പറയുന്നത് പോലെ സ്വർഗീയ പിതാവിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാനുള്ള ഒരു വെല്ലുവിളി. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ ഏറ്റവും വലിയ പ്രകടനവും പ്രതിഫലനവുമാണ് ക്ഷമിക്കുന്ന ദൈവം. നന്ദിഹീനരോടും ദുഷ്ടരോടും അനവധി തവണ ക്ഷമിക്കുന്ന കാരുണ്യത്തിൻ്റെ സ്നേഹം. ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തേക്കുള്ള ഇസ്രായേലിൻ്റെ യാത്ര പോലും ഒരർത്ഥത്തിൽ ദൈവത്തിൻ്റെ ക്ഷമയുടെ ചരിത്രമാണ്. പിതാവിൻ്റെ കരുണയോളം വളർന്നാലേ നാം അവിടുത്തെ മക്കളാകൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. നീതി നടപ്പിലാക്കേണ്ടതിൻ്റെ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കേണ്ടതിൻ്റെ, ശത്രുവിനെ സ്നേഹിക്കേണ്ടതിൻ്റെ കാരണം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് 1 കൊറിന്തോസ് 9-ാം അധ്യായം 19 മുതൽ 27 വരെയുള്ള ഇന്നത്തെ ലേഖന ഭാഗം. നമ്മുടെ ജീവിത യാത്രയുടെ ലക്ഷ്യം നശ്വരമായ എന്തെങ്കിലും വാരിക്കൂട്ടുവാനോ സ്വന്തമാക്കുവാനോ ആർജിക്കുവാനോ അല്ല, പകരം അനശ്വരതയിലേക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ സഹജമായ പ്രതികാര ചിന്തയ്ക്കും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കുമപ്പുറം ദൈവത്തോട് നമ്മെ ചേർത്ത് നിർത്തുന്നതും ദൈവിക സ്വഭാവത്തോട് അടുപ്പിക്കുന്ന, ദൈവത്തെ പോലെ ആയിത്തീരുന്നതുമായ ഒരു ജീവിത ശൈലി നമുക്ക് സ്വായത്തമാക്കാം. ഈ കൃപകൾക്കായി നമുക്ക് ഈ വിശുദ്ധ ബലിമധ്യേ പ്രാർത്ഥിക്കാം. ആമേൻ.